നമുക്കൊന്നിച്ചൊന്ന് രാമേന്ദ്രയ്ക്കകത്ത് കയറിയിട്ട് വന്നാലോ? രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് എന്നാണ് ഫുൾ നെയിം, ബട്ട് ട്രിവാൻഡ്രംകാരെല്ലാം രാമേന്ദ്ര എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ ഇതായിരിക്കും കേൾക്കുക. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ജൂൺ മന്ത് ആയതുകൊണ്ട് തന്നെ ബാക്ക് ടു സ്കൂളിൻ്റെ ബോർഡാണ് എല്ലായിടത്തും. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നോട്ട് ബുക്സ്, ബാഗ്, കൊട എല്ലാം അങ്ങനെ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ കണക്കിന് എല്ലാ സംഭവങ്ങളും അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ലേഡീസിൻ്റെ കളക്ഷൻസ്, അത്യാവശ്യം കാഷ്വൽ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നന്നായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ പാർട്ടി വെയേഴ്സ് അങ്ങനെ ഇവിടെ നിന്ന് എടുക്കുന്നത് അത്ര നല്ലതല്ല. കാരണം മണിക്കനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി എക്സ്പെക്റ്റ് ചെയ്യേണ്ട. അതിപ്പോൾ നോർമൽ കാഷ്വൽ വെയേഴ്സിനാണെങ്കിലും അത്ര നല്ല ക്വാളിറ്റി നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് നല്ല തിരക്കുറവാണ് കേട്ടോ. കാര്യം നമ്മൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട്, ഒരു 9:30-10 മണി ആയപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ക്രൗഡാവും ഇവിടെ. നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ക്രൗഡാണ് കേട്ടോ അവിടെയൊക്കെ. രാമേന്ദ്രയുടെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമുക്ക് ഒരുമിച്ച് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ കിട്ടും. ക്വാളിറ്റിയുടെ കാര്യം ഞാൻ പറയുന്നില്ല, അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിൽ നമുക്ക് എല്ലാ സാധനങ്ങളും, ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടതാണെങ്കിലും മുതിർന്നവർക്ക് വേണ്ടതാണെങ്കിലും ഒരു അഡൽട്ട് ബേസ് ചെയ്ത് അവർക്ക് വേണ്ടതാണെങ്കിലും എല്ലാം ഒരുമിച്ച് കിട്ടും കേട്ടോ ഇവിടെയാണെങ്കിൽ. അതാണ്. പിന്നെ നമ്മൾ ഫാഷൻ ജ്വല്ലറിക്കകത്ത് നമുക്ക് ക്യാമറ അത്ര അലൗഡല്ല. ബട്ട് ഞാൻ പകുതി വീഡിയോ എടുത്തതിന് ശേഷം അവരുടെ അടുത്ത് വന്നിട്ട് പറയണം ഇവിടെ ക്യാമറ പറ്റത്തില്ല എന്ന്. പിന്നെ ഞാൻ അപ്പം തന്നെ ക്ലോസ് ചെയ്തു. പിന്നെ എടുത്ത വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ. ഇവിടെ അത്യാവശ്യം ഇയറിങ്ങൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. പിന്നെ നമുക്ക് ഞണ്ടിൽ ഞണ്ടിൽ സാധനങ്ങളൊക്കെ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ മേടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ലൈക്ക് വൈറ്റ് ഹെഡ്സ് റിമൂവർ, പൊട്ട്, അങ്ങനത്തതൊക്കെ. പിന്നെ അത്യാവശ്യം പെയിൻറ്റിങ്ങിൻ്റെ കളക്ഷൻസൊക്കെ അവിടെ ഇരിക്കുന്നതൊക്കെ നോക്കിയിട്ട് നേരെ തന്നെ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. വിശപ്പിൻ്റെ വിളി വന്നു. ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈമിൽ അവിടെയുള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ബില്ല് എടുത്തിട്ട് നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം അവിടെ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. ഭയങ്കര ടാസ്ക്കാണ്. നമ്മൾ എത്ര നിന്നാലും അവർ നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. അതൊക്കെ ഭയങ്കര സ്ലോ ആണ്. പിന്നെ കസ്റ്റമർ സർവീസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് നേരം പോയിട്ട് അവിടെ നിൽക്കാൻ പറ്റും. കാര്യം ആരും നമ്മുടെ അടുത്ത് ചോദിക്കാനോ പറയാനോ ഒന്നിനും വരത്തില്ല. അല്ലാണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ടുണ്ട്, നമ്മളിപ്പോൾ ഈ സാധനം വേണം എന്ന് പറഞ്ഞു വരെ അവിടെ നിന്നാലും അവർ നമ്മളെ തിരിഞ്ഞു നോക്കത്തില്ല. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ പോയപ്പോഴത്തേക്കും പൊങ്കൽ, പിന്നെന്താ ചപ്പാത്തിയോ പൂരിയോ എന്തൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ പൂരിയൊക്കെ മേടിച്ചു, കഴിച്ചു. വിശപ്പിന് ഒരു ശമനമൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളിങ്ങ് പോന്നു. ടാറ്റാ.